കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ബോഡി പാർട്സ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് പഠിക്കാം. റെഡിയല്ലേ? യെസ് മിസ്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐസ്. ഐസ് എന്നാൽ കണ്ണുകൾ. കണ്ണുകൾ. ഐസിനെ ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു? ആംഖേം. ഐസ് ആംഖേം. ഐസിനെ നമ്മൾ ആംഖേം എന്ന് പറയുന്നു. എന്താണ് ഐസിനെ പറയുന്നത്? ആംഖേം. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന അവയവമാണ് നാക്ക്. നാക്ക് എന്നാൽ മൂക്ക്. മൂക്കിനെ നമ്മൾ ഹിന്ദിയിൽ നാക്ക് എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ നോസ്. മൂക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? നോസ്. നോസ്, നാക്ക്, മൂക്ക്. क्या है बताइए आप लोग? നാക്ക്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇയേഴ്സ്. ഇയേഴ്സിനെ ഹിന്ദിയിൽ കാൻ എന്ന് പറയുന്നു. ഇയേഴ്സ്, ചെവികൾ. ചെവികളിലെ നമ്മൾ കാൻ. ചെവി, കാൻ. ഹിന്ദിയിൽ കാൻ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ഇയേഴ്സ് എന്ന് പറയുന്നു. ഇയർ, ഇയേഴ്സ്, ചെവി, കാൻ. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൗത്ത്. മൗത്തിനെ ഹിന്ദിയിൽ മുഹ് എന്ന് പറയുന്നു. മൗത്ത്, നമ്മുടെ മൗത്ത്, വായ. നമ്മൾ അതിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? മുഹ്. മൗത്ത്, മുഹ്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചീക്ക്. ചീക്ക് എന്നാൽ കവിൾത്തടം എന്നാണ് അർത്ഥം. മലയാളത്തിൽ കവിൾ, ചീക്ക്. ഹിന്ദിയിൽ നമ്മൾ ഗാൽ എന്ന് പറയുന്നു. ക്യാ ഹേ? ഗാൽ. ചീക്ക്, ചീക്ക്, കവിൾ. ഹിന്ദിയിൽ ഗാൽ എന്ന് പറയുന്നു. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന ബോഡി പാർട്ടാണ് നെക്ക്. നെക്ക്, കഴുത്ത്. നെക്കിനെ ഹിന്ദിയിൽ ഗർദൻ എന്ന് പറയുന്നു. നെക്ക്, ഗർദൻ. കഴുത്തിനെ നമ്മൾ ഗർദൻ എന്ന് പറയുന്നു. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹെഡ്. ഹെഡിനെ ഹിന്ദിയിൽ സിർ എന്ന് പറയുന്നു. ഹെഡ്, തല. ഹിന്ദിയിൽ നമ്മൾ അതിനെ ഹെഡിനെ സിർ എന്നാണ് പറയുന്നത്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹാൻഡ്. ഹാൻഡിനെ ഹിന്ദിയിൽ ഹാത്ത് എന്ന് പറയുന്നു. ഹാൻഡ്, ഹിന്ദിയിൽ ഹാത്ത്, കൈകൾ. കൈയിനെ നമ്മൾ ഹാത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽബോ. എൽബോനെ ഹിന്ദിയിൽ കോഹിനി എന്ന് പറയുന്നു. നമ്മളുടെ കൈയുടെ മുട്ടാണത്, മുട്ട്. അതിനെ നമ്മൾ എൽബോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹിന്ദിയിൽ കോഹിനി. എൽബോ, കോഹിനി. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോൾഡർ. ഷോൾഡറിന്റെ ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു? കന്തേ. ഷോൾഡർ, കന്തേ. ഷോൾഡേഴ്സ്, കന്തേ. തോള് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. ഷോൾഡറിനെ എന്താ പറയുന്നത് ഹിന്ദിയിൽ? ഒന്ന് പറഞ്ഞേ. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിംഗർ. ഫിംഗറിനെ ഹിന്ദിയിൽ ഉംഗലി എന്ന് പറയുന്നു. വിരൽ. വിരലിനെ ഹിന്ദിയിൽ എന്ത് പറയുന്നു? ഉംഗലി. ഇവിടെ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ ഉംഗലിയാം. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലീവ്. സ്ലീവിനെ ഹിന്ദിയിൽ ബാഹ് എന്ന് പറയുന്നു. ബാഹ്, ബാഹ്, സ്ലീവ്. അടുത്തായി നമ്മൾ കാണുന്നത് തമ്പാണ്. തമ്പ് എന്നാൽ ഹിന്ദിയിൽ അങ്കൂട്ട. നമ്മുടെ വലിയ വിരലില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? തമ്പ് എന്ന് പറയുന്നത്. ഹിന്ദിയിൽ അതിനെ നമ്മൾ അങ്കൂട്ട എന്ന് പറയുന്നു. അടുത്തായി നമ്മൾ കാണുന്നത് എന്താണ് നോക്കിയേ? ലിപ്പ്, ലിപ്സ്. ഹിന്ദിയിൽ നമ്മൾ അതിനെ ഹോണ്ട്. ചുണ്ട്. ചുണ്ടിനെ നമ്മൾ ഹിന്ദിയിൽ ഹോണ്ട് എന്ന് പറയുന്നു. ഈ കാണുന്നത് എന്താ? എന്താ മനസ്സിലായോ? ടീത്ത്. ടീത്തിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? ദാന്ത്. ടീത്ത്, ദാന്ത്. പല്ലുകൾ. പല്ലുകളെ ദാന്തേൻ. പല്ല്, ദാന്ത്. ഇംഗ്ലീഷിൽ നമ്മൾ ടീത്ത് എന്ന് പറയുന്നു. ഈ കാണുന്നത് എന്താ? ടങ്ക്. ടങ്കിനെ നമ്മൾ ഹിന്ദിയിൽ ജീബ് എന്ന് പറയുന്നു. മലയാളത്തിൽ നാവ്. നാവിനെ ടങ്ക്, ഹിന്ദിയിൽ ജീബ് എന്ന് പറയുന്നു. ഈ കാണുന്നത് എന്താ? നെയിൽ. നെയിൽ. ഹിന്ദിയിൽ നമ്മൾ നാക്കൂൺ എന്ന് പറയുന്നു. നെയിലിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? നാക്കൂൺ. എന്താണിത്? നെയിൽ, നഖം, നഖങ്ങൾ. നെയിൽസ്. നെയിലിനെ ഹിന്ദിയിൽ നാക്കൂൺ എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് എന്താ? ഹെയർ. ഹെയറിനെ ഹിന്ദിയിൽ ബാൽ എന്ന് പറയുന്നു. ഹെയർ, ഹിന്ദിയിൽ എന്ത് പറയുന്നു? ബാൽ. ഈ കാണുന്നത് എന്താ? ലെഗ്. ലെഗിനെ ഹിന്ദിയിൽ നമ്മൾ പയർ എന്ന് പറയുന്നു. പയർ, നമ്മളുടെ കാല്. കാലിനെ ഹിന്ദിയിൽ ലെഗ്, പയർ, പയർ എന്ന് ഹിന്ദിയിൽ പറയുന്നു. എന്താണ്? നീ. നീനെ ഹിന്ദിയിൽ നമ്മൾ നീനെ ഹിന്ദിയിൽ ഗുഡ്നെ എന്ന് പറയുന്നു. നീസ് എന്നും പറയാം. ഗുഡ്നെ, നീസ്.
അതായത് നമ്മുടെ മുട്ടിനെ നമ്മൾ ഹിന്ദിയിൽ ഗുഡ്നെ എന്ന്. ഈ കാണുന്ന എന്താ, നമ്മുടെ കാലിലെ വിരലുകളാണ് അല്ലേ. അതിന് ഹിന്ദിയിൽ നമ്മൾ പയർ കി ഉംഗലിയാം എന്ന് പറയുന്നു. പയർ കി ഉംഗലിയാം. ഈ കാണുന്ന എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ആദ്യമായി നമ്മൾ കാണുന്നത് ചേഹര, ഗർദൻ, തോടി, കന്ത, കമർ, ഗുഡ്ന, എഡി, കാൻ, സിർ, ഹാത്ത്, നാക്ക്, ഐസ്, കോഹ്നി, ജീബ്, ദാന്ത്. ഇത്രയുമാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. എല്ലാ ബോഡി പാർട്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ്സിലെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.